നിങ്ങളോട് എത്ര കാലമായി പ്ലീറ്റഡ് നൈറ്റിൻ്റെ സ്റ്റിച്ചിങ് ചോദിച്ചു തുടങ്ങിയിട്ട്? നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പ്ലീറ്റഡ് നൈറ്റി പറഞ്ഞിട്ട് ഇട്ടതൊക്കെ അത് പ്ലീറ്റഡ് നൈറ്റി അല്ലല്ലോ, അത് 3 പീസ് നൈറ്റി അല്ലേ, ബാക്ക് പ്ലെയിൻ ആയിട്ടുള്ള. ഞങ്ങൾക്ക് അറിയേണ്ടത് പ്ലീറ്റഡ് നൈറ്റി ആയിരുന്നു. ഒരുപാടായി അത് നിങ്ങളോട് പറയൽ തുടങ്ങിയിട്ട്. നിങ്ങൾ ബാക്കിയുള്ളവർ പറയേണ്ട കേടുണ്ട്. ഞങ്ങളോട് കുറേ ആയില്ല പറയണേ, എന്നിട്ട് എന്താ നിങ്ങൾ ചെയ്യാത്തത്? എനിക്ക് ഒരുപാട് വീഡിയോസുകൾ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് പ്ലീറ്റഡ് നൈറ്റിന്, പക്ഷെ അതൊന്നും എനിക്കൊരു അളവും അതും ഇതും കറക്റ്റായി കിട്ടണില്ല. ബാക്കിയൊക്കെ അടിക്കുതി ലെവലാകാത്തതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്. പരാതിക്കൊട്ടൻ്റെ ഒരു ഏറന്നുണ്ട്, തിരൂരുകാരി സൗദാബിത്താത്തയാണ് ഇട്ടത്. നല്ലൊരു സബ്സ്ക്രൈബറാണ്, എപ്പോഴും എല്ലാ വീഡിയോസും കാണും, അതിന് കമൻ്റ് ഇടും, അതുപോലെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വന്നിട്ട് വാട്സപ്പിൽ വന്ന് പറയും. നല്ലൊരു സബ്സ്ക്രൈബറാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ സൗദത്താത്താക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഈ 3 നൈറ്റികൾ തിരുവനന്തപുരത്തുള്ള ഒരു ചേച്ചിക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തതാണ്. അത് കൊറിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചേച്ചിക്ക് ചിലപ്പോൾ ഇന്നോ നാളെ ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരുടെയും വിചാരം ഈ പ്ലീറ്റഡ് നൈറ്റിൻ്റെ കട്ടിങ് പറഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല, ഭയങ്കര പ്രശ്നമാണെന്നാണ്. അപ്പോൾ അതൊരു പ്രശ്നമേ അല്ല എന്നുള്ളതിനുള്ള വീഡിയോ ആണിത്. സാധാരണ നമ്മൾ നൈറ്റി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മടക്കുന്നത് എങ്ങനെയോ അങ്ങനെ ഇത് 4 ആക്കിയിട്ട് മടക്കി വെക്കുക. എന്നിട്ടൊരു 3 നെക്ക് അടയാളപ്പെടുത്തുക. പക്ഷേ ഈ 3 നെക്ക് എടുക്കാൻ പാടില്ല, 2.5 എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഒരാൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്ന അടയാളപ്പെടുത്തിൻ്റെ ഇപ്പുറത്തോട്ടാണല്ലോ, ഒരു 1/2 ഇഞ്ച് ഇപ്പുറത്തോട്ട് മാറിയിട്ടാണ് നമ്മൾ കഴുത്ത് വെട്ടുമ്പോൾ വെട്ടാൻ പാടുള്ളൂ. ഇനി ഷോൾഡർ അളവ് എന്ത് ചെയ്യുക, ഒരു 7 എടുക്കുക. ഷോൾഡർ 7 അടയാളപ്പെടുത്തുക. അതിന് ശേഷം കൈ നമുക്ക് എത്ര വേണം അത്ര, 7 ആണ് കൈ വേണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്ത് ചെയ്യുക, ഒരു 8 അടയാളപ്പെടുത്തുക. അതിൻ്റെ അറ്റം നമുക്കൊന്ന് മടക്കി അടിക്കേണ്ടി വരും. ഇത് മൊത്തത്തിൽ ഈ കൈ അടക്കം 11 വേണ്ടത്. കൈയും ഷോൾഡറും കഴുത്തിൻ്റെ ഭാഗം അടക്കം 11 ആണ് വേണ്ടത്. നമ്മൾ ഷോൾഡർ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്ന് താഴത്തേക്ക് എന്ത് ചെയ്യുക, കൈക്കുഴിക്ക് വേണ്ടിയിട്ട് ഒരു 9 അടയാളപ്പെടുത്തുക. ഇനി കുറച്ച് ഹൈറ്റ് കൂടുതലുള്ള ആളാണെങ്കിൽ ഇത് നമുക്കൊരു 10.5 11 എടുക്കാം കേട്ടോ. ഇത് ഹൈറ്റ് വല്ലാതെ ഇല്ലാത്തൊരാളാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് പ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പീസ് ചെയ്യേണ്ടതുണ്ട്. ഇത് അധികം ഹൈറ്റ് ഇല്ലാത്ത ഒരാളാണ്, അതുകൊണ്ട് 10 എടുത്താൽ മതി. ഇനി നമ്മൾ 60 സൈസ് 58 സൈസൊക്കെ കുറച്ച് ഹൈറ്റ് കൂടുതലുള്ള ആളുകളാകുമ്പോൾ ഒരു 12 എടുക്കുക കേട്ടോ. എന്നിട്ട് നേരത്തെ നമ്മൾ അടയാളപ്പെടുത്തി ആ 9ലേക്ക് ഇതൊന്ന് ചെരിച്ച് അടയാളപ്പെടുത്തുക. ഇനി ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് താഴത്തോ ആ 9 പോയിൻറ്റിലേക്ക് അടയാളപ്പെടുത്തി വെക്കുക. ഇതിങ്ങനെ നേരെയാണ് ഞാൻ വരച്ചിട്ടുള്ളത്, പക്ഷേ 9ലേക്കൊന്ന് ചെരിച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു 1.5 അടയാളപ്പെടുത്തുക. നമ്മൾ യോക്ക് സ്ലിറ്റ് മറ്റേത് മറിച്ചതെന്ന് പറയുമ്പോൾ എല്ലാവരും കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഇനി കൈയിൻ്റെ വണ്ണം നോക്കുക. ഏകദേശം ഒരു 9 ഒരു 10 ആക്കിയിട്ട് എടുക്കുക. കൈവണ്ണം അങ്ങനെ കൂട്ടിയിട്ട് നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തി ആ 3ലേക്ക് യോജിപ്പിച്ചെടുക്കുക. ഇനി നമ്മളെന്ത് ചെയ്യും, ഈ കൈ അടയാളപ്പെടുത്തി അവിടുന്ന് താഴേക്ക് ഒരു 4 ഇഞ്ച് അടയാളപ്പെടുത്തുക. അവിടെ ഒരു ഡോട്ട് ഇട്ട് വെക്കുക. ഇതിലേക്ക് നമ്മളൊന്ന് കുഴിച്ച് വെക്കണം. ഇതാ മൊത്തത്തിൽ ഇനി ഇതൊന്ന് ചേർത്ത് വെക്കുക. അതിന് ശേഷം ആദ്യം നമ്മൾ കൈ കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇവിടെ ഈ ഭാഗത്തൊന്ന് കുഴിച്ച് വെട്ടേണ്ടതുണ്ട്. നമ്മൾ 9 കൈക്കുഴി വെട്ടേണ്ടത്, ഈ ഭാഗം 10. ഇനി മൊത്തത്തിൽ ഇതൊന്ന് ചേർക്കുക. ഇതിൽ 1/2 ഇഞ്ച് പോലും പീസ് ഒഴിവാക്കാനുണ്ടാവില്ല. ഈ ഒരു നൈറ്റി അടിക്കുമ്പോൾ വണ്ണമുള്ളവർക്കായാലും വണ്ണമില്ലാത്തവർക്കായാലും ഇതിൻ്റെ പീസ് മുഴുവനായിട്ട് മുതലാവും. ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത് കൈയാണ്. ഈ അടയാളപ്പെടുത്തിയത് വെച്ചിട്ട് നമ്മൾ കൈ എടുക്കുക. ആ ബാക്കിയുള്ള പീസാണ് നമ്മൾ ഷിബ് വെക്കേണ്ട ഭാഗം മറക്കാനും, അതുപോലെ ബാക്ക് കഴുത്തിൻ്റെയും ഫ്രണ്ട് കഴുത്തിൻ്റെ ഒക്കെ ഉൾഭാഗം പതിച്ച് മടക്കി അടിക്കാനൊക്കെ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. ഇനി ഷിബ് വെക്കണില്ലെങ്കിൽ നമുക്ക് ഈ കോണ് പോലെയുള്ള ഈ 4 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി ആ ഒരു ഭാഗം കൊണ്ട് നമുക്ക് ചെറിയൊരു കയറ് പോലെ വെച്ചിട്ട് അത് അങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ ഒരു മോഡൽ കൊടുക്കാവുന്നതാണ്.
ഇങ്ങനെ ചെരിച്ചാണ് കേട്ടോ വെട്ടേണ്ടത്. തീരെ വണ്ണമില്ലാത്ത പോലെയാണെങ്കിൽ കുറച്ച് ഈ 4 ഇഞ്ച് കഴിഞ്ഞ ആ ഭാഗം വെറുതെ ഒന്ന് ഒഴിവാക്കിയിടാം. ഇത് അത്യാവശ്യം വണ്ണമുള്ള ഒരു ചേച്ചിയാണ്. പിന്നെ നമ്മൾ ഇത് അതുപോലെ തന്നെ ഒരു പ്ലീറ്റഡ് നൈറ്റിൻ്റെ ഒരു പീസ് തന്നെയാണ്. ഇതാ നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, 3 നമുക്ക് വേണ്ടത്. ഇത് ബാക്ക് കഴുത്തിൻ്റെ പീസാണ് കേട്ടോ. ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുപോലെ ആവും ഇതിന്. അടിയിലേക്കും ഒരു 3 ഇഞ്ച് എടുക്കുക, നീളവും 3 ഇഞ്ച് എടുക്കുക. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കറക്റ്റായിട്ട് എടുക്കണ്ട. ഒരു അര ഇഞ്ച് ഉൾഭാഗത്തേക്കാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. 3 ഇഞ്ച് തന്നെ എടുക്കുമ്പോൾ നമ്മൾ അടിച്ച് വരുമ്പോൾ അത് 3.5 ഇഞ്ചാവും. അപ്പോൾ കഴുത്ത് ഇങ്ങനെ മലർന്നിട്ട് അതുപോലെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ആയി കളിക്കും. കറക്റ്റ് 3 കിട്ടിയാൽ ഒരു പ്രശ്നവും വരില്ല. ഇത് 2.5 3 എടുക്കേണ്ടത്, 2.5 ആയിട്ട് എടുക്കുക വീതി. ഏകദേശം ഒരു വണ്ണമുള്ളവർക്ക് ഒരു 6 വേണം, അല്ലാത്ത കുറച്ചൊരു ചേച്ചിമാർക്കൊക്കെ ആകുമ്പോൾ ഒരു 6.5 വേണം. അപ്പോൾ ഇത് ഞാൻ 6 എടുത്തിട്ടുണ്ട്. ഒരു ചേച്ചിക്കായതുകൊണ്ട് ഒരു 6.5 ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇത്തമാർക്കൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യുക, ഒരു 5.5 എടുക്കുക. എന്നാലൊരു 6 കറക്റ്റായിട്ട് കിട്ടും. നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തതേ ഉള്ളൂ. വി ഷേപ്പിലാണ് ഇതിൻ്റെ കഴുത്ത് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ടിടുക. ഇനി മാർക്ക് ചെയ്തതിന് ഇപ്പുറത്ത് കൂടെ അടിച്ചെന്ന് വേണ്ട. ഇത് സ്ക്വയർ ആയിട്ടുള്ളതല്ല, ഒരു വി ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും നെക്ക് ഏകദേശം റെഡിയായി. ഇതിപ്പോൾ ഇങ്ങനെ ഒരു പീസാണ് നമുക്ക് കിട്ടുക. അതിൻ്റെ മൊത്തത്തിൽ ഒരുപാട് വലിച്ച് നീട്ടണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ബാക്ക് പീസും ഫ്രണ്ട് പീസൊക്കെ ചെറിയൊരു പീസ് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ചുരിദാറിനൊക്കെ അടിക്കുന്ന പോലെ, പ്ലെയിൻ നൈറ്റിയൊക്കെ ആയിട്ട് അടിക്കുന്ന പോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തേക്കാണ്. അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. അതൊക്കെ മറ്റു വീഡിയോസുകളിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചോദിക്കുക, ഞാൻ അതിനനുസരിച്ച് ബാക്കിയുള്ള വീഡിയോസിൻ്റെ ലിങ്കുകൾ ഇട്ട് തരാം കേട്ടോ. അപ്പോൾ 2 ഭാഗവും ഷോൾഡറൊക്കെ യോജിപ്പിച്ച് ഇനി നമുക്ക് ഇത് പ്ലീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം മുതലേ ഞൊറിവിട്ടൊന്നും വരണ്ട. നമ്മളെന്ത് ചെയ്യുക, ഈ ഭാഗം ഇങ്ങനെ മടക്കി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ചെരിച്ച് വെട്ടിയ ആ ഭാഗമില്ലേ, ഇതിന് ചെരിച്ച് താഴോട്ട് ചെരിച്ച് വെച്ച ആ ഭാഗത്തിന് ഒരു 3 ഇഞ്ച് ഇവിടെ ഈ തലഭാഗത്ത് ഒരു 3 ഇഞ്ച് ഒഴിവാക്കിയിട്ടിട്ട് അവിടെ നിന്നാണ് നമ്മളിത് ചേർത്തടിച്ച് തുടങ്ങേണ്ടത്. ഒരു 3 ഇഞ്ച് തയ്യൽ തുമ്പ് അവിടെ പുറത്ത് വിട്ടേക്കുക. അത് നമുക്ക് കൈഭാഗത്തോക്ക് ചേർക്കേണ്ടി വരും. കയ്യിന് ഇല്ലെങ്കിൽ കയ്യിൻ്റെ അവിടെ ഒരു കുടുക്ക് പോലെ തോന്നും. ഇവിടെ മുതൽ ഇങ്ങനെ അടിച്ച് തുടങ്ങിയാൽ മതി. എന്നിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ പ്ലീറ്റ് ഒന്നും കൊടുക്കണ്ട. പ്ലീറ്റ് എന്ത് ചെയ്യുക, നമ്മൾ പുതുതായിട്ട് ചെയ്യുന്നവർക്കൊക്കെ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണിത്. ഇങ്ങനെ മടക്കി വെക്കുക കഴുത്തിൻ്റെ 2 ഭാഗവും. എന്നിട്ടൊരു 5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുക. ഇവിടെ 3 ഇഞ്ച് മാറ്റിയിട്ട് നമുക്കെന്ത് ചെയ്യുക, പ്ലീറ്റ് ചെയ്ത് തുടങ്ങുക. ഇവിടെ പ്ലീറ്റ് ചെയ്യേണ്ട, നേരെ അടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, 5 ഇഞ്ച് നടുഭാഗത്ത് അടയാളപ്പെടുത്തി വെക്കുക. അപ്പോൾ ചോക്ക് കൊണ്ട് ഞാൻ അടയാളപ്പെടുത്തിയ ആ ഭാഗം എത്തിയപ്പോൾ ഞാൻ നിർത്തി. ഇനി ഇവിടെ മുതൽ നമുക്കിങ്ങനെ പ്ലീറ്റ് ചെയ്ത് തുടങ്ങാം. ഇവിടെ അതുപോലെ തന്നെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് 5 ഇഞ്ച്. ആ ഭാഗം വരെ നമുക്കിങ്ങനെ ചെറുതായിട്ട് ചുളുക്കിടുക. അതിന് ശേഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുവിധം പേർക്കൊന്നും ഷിബ് വെക്കേണ്ടി വരില്ല പ്ലീറ്റഡ് നൈറ്റിക്ക്. ഷിബ് വെക്കണം എന്ന് പറയുന്നവർക്കാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ആ കഴുത്തിൻ്റെ നടുഭാഗം വരുന്ന ഭാഗം എത്തുമ്പോൾ നമ്മൾ പ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് കുറച്ച് ടൈം ഒരു ഇത്തിരി ഭാഗം നമ്മൾ ഈ ഭാഗം എത്തുമ്പോൾ നേരെ അടിക്കുക, പ്ലീറ്റ് ഇല്ലാതെ അടിക്കുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷിബ് വെക്കുമ്പോൾ അവിടെ ഇങ്ങനെ കുത്തി കൂടിക്കൊണ്ട് അതിൻ്റെ ആ നൈറ്റിൻ്റെ വൃത്തി ഇല്ലാതാവും. അപ്പോൾ ആ ഒരു ഭാഗം കഴിഞ്ഞതിൻ്റെ ശേഷം വീണ്ടും നമ്മൾ പ്ലീറ്റ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നേരത്തെ അടയാളം വെച്ച അതുവരെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് പോവുക. ഇപ്പോൾ എല്ലാ ഡൗട്ടും ക്ലിയർ ആയില്ലേ. അപ്പോൾ ഷിബും വെച്ചു. പ്ലീറ്റ് ചെയ്തതിൻ്റെ ശേഷം മാത്രം നമ്മൾ ഷിബ് വെക്കുക. ആദ്യം തന്നെ ഷിബ് വെക്കരുത്. ഈ ഒരു നൈറ്റിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വെരി സിമ്പിളാണ്. നമ്മൾ ചിലരുടെ അളവ് ചാർട്ടൊക്കെ കാണുമ്പോൾ അത് അങ്ങനെ ആവും ഇങ്ങനെ ആവും എന്നുള്ള ആ ഒരു പേടിയിൽ ചെയ്തുകൊണ്ടാണ്. ബാക്ക് ഭാഗത്ത് പിന്നെ ഷിബും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പകുതി ഭാഗത്ത് ഒരു 5 അടയാളപ്പെടുത്തുക.
ആ ഒരു അടയാളം വരെ നേരെ അടിക്കുക. അതിനുശേഷം ഫുള്ള് പ്ലീറ്റ് ഇടുക. ഷിബ് വെക്കാനോ ഒന്നും ഇല്ലല്ലോ, ഫുള്ള് പ്ലീറ്റ് ഇടുക. എന്നിട്ട് കൈ വെക്കുക, മൊത്തത്തിൽ അങ്ങ് അടിച്ച് ചാമ്പുക. അപ്പോൾ എല്ലാ ഡൗട്ടും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. വാട്സപ്പിൽ ചോദിക്കേണ്ട, കമൻ്റായിട്ട് തന്നെ ചോദിക്കുക. അത് ആവുമ്പോൾ നിങ്ങളെപ്പോലെ ഡൗട്ടായിട്ട് നിൽക്കണ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അത് ഹെൽപ്പാവും. മത്സരത്തിൻ്റെ റിസൾട്ടും അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോൻ്റെ എഡിറ്റിങ്ങൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.